നമസ്കാരം, ഞാൻ അരുൺ. നിങ്ങൾ NMC രജിസ്ട്രേഷൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു നേഴ്സാണെങ്കിൽ തീർച്ചയായിട്ടും ഇങ്ങനെ ഒരു മെയിൽ നിങ്ങൾക്ക് വന്നിട്ടുണ്ടാവും. NMC ഈ മെയിലിലൂടെ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. അതായത് നഴ്സിംഗ് ആൻഡ് മിഡ്വൈഫറി കൗൺസിൽ NMC ഓൺലൈൻ എന്ന പ്ലാറ്റ്ഫോം ചേഞ്ച് ചെയ്ത് മൈ NMC എന്ന പുതിയ പ്ലാറ്റ്ഫോമിലേക്ക് മാറുകയാണ്. ഈ ചേഞ്ച് സംഭവിക്കുന്നത് 2026 ജാനുവരി 23 മുതൽ 27 വരെയാണ്. ഈ ചേഞ്ച് നിങ്ങളെ എങ്ങനെ ബാധിക്കുമെന്ന് നോക്കാം. നിങ്ങളുടെ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ, അത് ഫസ്റ്റ് സ്റ്റേജ് ആണെങ്കിലും സെക്കൻഡ് സ്റ്റേജ് ആണെങ്കിലും സബ്മിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് മൈ NMC ആകുമ്പോഴേക്ക് അതിലേക്ക് ഓട്ടോമാറ്റിക്കലി ട്രാൻസ്ഫർ ആവും. ഈ ആപ്ലിക്കേഷൻ സബ്മിഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നിങ്ങൾ റിക്വയർഡ് ഡോക്യുമെൻറ്റ്സ് അപ്ലോഡ് ചെയ്ത് കൊടുത്ത് പേയ്മെൻറ്റ് കൂടി ചെയ്യുക എന്നുള്ളതാണ്. അതായത് ഫസ്റ്റ് സ്റ്റേജ് ആണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ £140, സെക്കൻഡ് സ്റ്റേജ് ആണ് ചെയ്യുന്നതെങ്കിൽ £153. ഡോക്യുമെൻറ്റ്സ് അപ്ലോഡ് ചെയ്തതുകൊണ്ട് മാത്രം അത് സബ്മിഷൻ ആവുകയില്ല. പേയ്മെൻറ്റൂടെ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ആവത്തുള്ളൂ. ഇനി നിങ്ങൾ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ, അതായത് നിങ്ങൾ പേയ്മെൻറ്റ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഡേറ്റ പുതിയ പോർട്ടലിലേക്ക് ട്രാൻസ്ഫർ ആവുകയില്ല. അതുകൊണ്ട് തന്നെ ഫസ്റ്റ് സ്റ്റേജ് ആണെങ്കിലും സെക്കൻഡ് സ്റ്റേജ് ആണെങ്കിലും അപ്ലോഡ് ചെയ്യാനുള്ള ഡോക്യുമെൻറ്റ്സ് എല്ലാം നിങ്ങളുടെ കൈവശം ഉണ്ടെങ്കിൽ നിങ്ങളത് അപ്ലോഡ് ചെയ്തതിന് ശേഷം പേയ്മെൻറ്റ് കൂടി ചെയ്യുക. ഇങ്ങനെ നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ അത് ജാനുവരി 22 മുമ്പ് ചെയ്യണം എന്ന് NMC പ്രത്യേകം പറയുന്നുണ്ട്. കാരണം 23 മുതൽ 27 വരെയാണ് ഈ പുതിയ പ്ലാറ്റ്ഫോമിലേക്ക് മാറാനുള്ള വർക്ക് നടക്കുന്നത്. മൈ NMC പുതിയ പ്ലാറ്റ്ഫോം 2026 ജാനുവരി 27 12 PM ലോഞ്ച് ചെയ്യുന്നത്. മൈ NMC എന്ന് പറയുന്ന പുതിയ പോർട്ടലിലെ ഫസ്റ്റ് ലോഗിനിൽ നിങ്ങൾ ഇമെയിൽ IDയോടൊപ്പം പാസ്വേഡായിട്ട് കൊടുക്കേണ്ടത് നിങ്ങളുടെ പിന്നോ PRNO ആണ്. അപ്പോൾ നിങ്ങൾ NMC ചെയ്യുന്ന ഒരു നേഴ്സ് ആയതിനാൽ നിങ്ങൾക്ക് പിൻ ഇഷ്യൂ ആയിട്ടുണ്ടാവില്ല. അതുകൊണ്ട് നിങ്ങൾ PRN ആണ് പാസ്വേഡായിട്ട് ഫസ്റ്റ് ലോഗിനിൽ കൊടുക്കേണ്ടത്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ PRN ഇപ്പോൾ തന്നെ നോട്ട് ചെയ്ത് വയ്ക്കും. അതുപോലെ ഒരു സിമ്പിൾ വൺ ടൈം മൾട്ടി ഫാക്ടർ ഓതൻറ്റിക്കേഷനും ഉണ്ടാവും. അതിനുശേഷം നിങ്ങളുടെ കോൺടാക്ട് ഡീറ്റെയിൽസ് അപ്ഡേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ വരും. അതുപോലെ നിങ്ങൾ പേയ്മെൻറ്റ് അടച്ച് സബ്മിറ്റ് ചെയ്തിട്ടുള്ള എല്ലാ ഡേറ്റയും പുതിയ പോർട്ടലിൽ ട്രാൻസ്ഫർ ആയിട്ടുണ്ടാവും. നിങ്ങളൊരു NMC രജിസ്ട്രേഷൻ ചെയ്തുകൊണ്ടിരിക്കുന്ന നേഴ്സാണെങ്കിൽ ഈ ഒരു ഇൻഫർമേഷൻ തീർച്ചയായിട്ടും സീരിയസ് ആയിട്ട് തന്നെ എടുക്കുക. PRN എങ്ങനെയാണ് എടുക്കേണ്ടത്, അല്ലെങ്കിൽ എവിടെ നിന്നാണ് ഈ നിങ്ങളുടെ PRN ലഭിക്കുന്നതെന്ന് അറിയാനും ഈ ഇൻഫർമേഷനെ പറ്റി കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനും ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യും.